ഫുഡ് കഴിക്കല്ലേ? ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. അപ്പോൾ ഈദൊക്കെ കഴിഞ്ഞിട്ടാണ് ഈദ് മുബാറക്ക് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ ഈദ് വ്ളോഗാണ് കേട്ടോ ഇത്. എല്ലാ കൊല്ലവും മുടങ്ങാതെ ചെയ്യണൊരു കാര്യമാണ് നമ്മളെല്ലാ കുടുംബക്കാരോട് കൂടിയും പോകുക എന്നുള്ളത്. അതും ഇപ്രാവശ്യം പറ്റിയില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു പെരുന്നാൾ വലിയൊരു മൂഡുണ്ടായില്ല. എന്നെപ്പോലെ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഇതുവരെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടില്ല, മൈലാഞ്ചി ഒക്കെ ഇട്ടുകൊണ്ടോ ഇതിന് ഇതിട്ടെന്നതാണ്. പിന്നെ പുതിയ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടില്ല, ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല, സ്റ്റാറ്റസ് വെച്ചിട്ടില്ല, സ്റ്റോറി വെച്ചിട്ടില്ല. അപ്പോൾ എന്തോ ഒരു മൂഡില്ല. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഏത് വ്ളോഗ് നമ്മളിപ്പോൾ വീട്ടിൽ ഫുഡ് വെച്ചതും അവിടെ ആരൊക്കെ വന്നു എന്നുള്ളതും പിന്നെ ജസ്റ്റ് ഒന്ന് മാളിക്കുന്ന് വന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതാ ബിരിയാണി വെച്ചേക്കണു. ഫുഡ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെക്കണത്. ജാസിൻ്റെ വക കിട്ടിയ ആ ഒരു ഫുഡിൻ്റെ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് ഒന്നാം പെരുന്നാൾ. ഫസ്റ്റ് എന്ത് ചെയ്യണം ലാസ്റ്റ് എന്ത് ചെയ്യണം എന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഞാൻ ബിരിയാണി വെക്കുക. അപ്പോൾ അത് ഫസ്റ്റ് ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ പൊരിച്ച് കോരി വെക്കുന്നുണ്ട്. കാരണം ലാസ്റ്റ് നമുക്കൊന്ന് അതിൻ്റെ മുകളിൽ ദമ്മിടുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ അത് ആദ്യം റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ ഫുഡ് ഉണ്ടാക്കാൻ പേടിയാണ് കേട്ടോ. കാരണം എന്താവും ശരിയാവോ എന്നൊക്കെയുള്ള പേടിയാണ്. കാരണം പിന്നെ അത് കൂടി വീഡിയോ കൂടി എടുക്കുമ്പോൾ പിന്നെ ഒന്നും പറയല്ല കേട്ടോ. ഞാൻ ആ ഒരു അടുക്കളയിൽ കടന്നിട്ട് ഇങ്ങനെ വട്ടം ചുറ്റും കൊണ്ടാക്കാരം ഫുഡ് ഉണ്ടാക്കുക. ഇനി പലരും ചിന്തിക്കും ഈ ഒരു ചിക്കൻ ബിരിയാണി വെക്കാനാണ് ഓൾ ഇത്ര ഹൈപ്പ് ഇടണമെന്നുള്ളത്. പക്ഷേ ചിലവർക്ക് അങ്ങനെയാണ്, ഫുഡ് പെട്ടെന്നാവും. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് ടൈമും വേണം, വെച്ചാൽ ശരിയാവും എന്നുള്ള പേടിയാണ്. പിന്നെ അതാ ചിക്കനൊക്കെ മസാല വരട്ടി വെച്ചേക്കണു. അതും കൂടിയും ആ ഒരു ചൂടായ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ മസാലയും വാട്ടിയെടുക്കാൻ വിചാരിച്ചിട്ടാണ്. കാരണം നമുക്കെന്നാൽ ആ ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ആ ഒരു എണ്ണേനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യും നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഫുഡ് അങ്ങനെ ഉണ്ടാക്കണം, പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ. പക്ഷേ അതിങ്ങനെ ഞാൻ എടുക്കുന്നുണ്ടാവും, പണി അങ്ങനെ നീങ്ങി പോണത് കാണൂല കേട്ടോ. ഫസ്റ്റിൽ ഞാനൊരു പ്ലാൻ ഇട്ടു, ഒന്നാം പെരുന്നാൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കണ്ട എന്നുള്ളത്. കാരണം തറവാട്ടിൽ നിന്ന് എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ മാളിക്കുന്നിലും ഒന്നാം പെരുന്നാളാണ്. അപ്പോൾ അവിടെയും കഴിച്ചിട്ട് പിന്നെ ഫുള്ള് എല്ലാവരുടെ വീട്ടിൽ കൂടിയും പോകാമെന്നുള്ളത് ഞാനൊരു പ്ലാൻ ഇട്ടു, രണ്ടാം പെരുന്നാൾ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ആൾക്ക് ഒന്നാം പെരുന്നാൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കുക എന്നൊരു താല്പര്യം. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ ഒരുക്കി വെക്കുകയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ തലേദിവസം രാത്രി ഞാൻ മാളിക്കുന്നിലാണല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും റെഡിയാക്കി വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ കോട്ടപ്പാടത്തേക്ക് എത്തിയത് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒന്നും കൂടി റിസ്ക് ആയിട്ട് തോന്നിയത്. കാരണം നമ്മൾ വെക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഇല്ല. പിന്നെ പെരുന്നാളാവുമെന്ന് വിചാരിച്ചതുമില്ല. രാത്രി നോമ്പ് തുറന്നിട്ട് നമ്മളങ്ങനെ ജാസിൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും വീട്ടിൽ കൂടി എത്തിക്കുക, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ടൈം വായിക്കുക. അപ്പോൾ പിന്നെ അവിടെ തന്നെ കിടക്കാൻ വിചാരിച്ചു. രാവിലെ നേരത്തെ വെച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു, രാത്രി എല്ലാം ഒരുക്കി വെച്ച് കിടക്കണം എന്നുള്ളത്. പ്ലാനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, നടക്കലില്ല ഇവിടെ ഉണ്ടെങ്കിലും. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, ചെയ്യാൻ വിചാരിക്കും പക്ഷെ ചെയ്യൂല, എന്താണെന്നറിയില്ല കേട്ടോ. പിന്നെ സിംഗിൾ എന്ന് പറയുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകിയൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ഇത് ഉമ്മ പറഞ്ഞതാണ്, പറഞ്ഞെന്നാൽ മീൻസ് അറിയാം എന്നാലും ചെയ്യൂല. അമ്മ എപ്പോഴും പറയും അങ്ങനെ കഴുകുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഭാരം തോന്നൂല എന്നുള്ളത്. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അതിലേക്ക് കൂട്ടും, പുതിയ പാത്രങ്ങൾ എടുക്കും. ഓരോ പാത്രം കഴുകാനാവുമ്പോഴും അത് സിങ്കിലിട്ടിട്ട് മറ്റേ പാത്രം എടുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കുന്ന് പാത്രം തന്നെ കഴുകാണ്ടാവും. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ പാത്രവും കഴുകുന്നുണ്ടായിരുന്നു. പിന്നെ ഓപ്പൺ കിച്ചൻ്റെ ക്ലീനിങ് ആണ് അത്. പിന്നെ അവിടെ നമ്മൾ വല്ലാതെ ഉപയോഗിക്കാത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള ക്ലീനിങ് ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി റെഡിയാക്കി ഇട്ടിട്ടോ അവിടെ. പിന്നെ അവിടേക്ക് നമ്മൾ വല്ലാതെ ഈ ഒരു കിച്ചണിൻ്റെ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് ക്ലീനാക്കി ഇട്ടാൽ അവിടെ കിടന്നോളൂ. പിന്നെ ഈ വൈറ്റ് ടൈലിട്ടതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയണമെന്ന് ഞാൻ വിചാരിക്കും, പക്ഷേ ഞാനങ്ങനെ മറക്കും. ഇങ്ങനെ വീഡിയോയിൽ ഇടയിൽ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് ഇട്ട ആൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. എനിക്കിതിനെ പറ്റിയിട്ട് നെഗറ്റീവും പോസിറ്റീവും പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇതിനെ പറ്റിയിട്ട് ചെയ്യുന്നുണ്ട്. വൈറ്റ് ടൈല്, കൗണ്ടർ ടോപ്പ് ഒക്കെ വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഗുണം, എന്താണ് നമുക്ക് നെഗറ്റീവ് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ രണ്ടാം ട്രിപ്പ് നമ്മളെ ചിക്കൻ ഏകദേശം പൊരിഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ പെരുന്നാളിൻ്റെ തലേന്ന് ജസ്റ്റ് ഒന്ന് നെയ്ച്ചോറ് വെച്ച് നോക്കിയിട്ടോ. കാരണം നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് വെച്ച് നോക്കി. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ കുറച്ച് വേവ് കൂടിപ്പോയി. അപ്പം തന്നെ ഞാൻ പേടിച്ചു. കാരണം പെരുന്നാളിൻ്റെ അന്ന് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. നിഷാൻ്റെ അടുത്ത് പറഞ്ഞത് നെയ്ച്ചോറും ചിക്കൻ കറിയും മതി എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാട്ടും എനിക്ക് ഒന്നും കൂടി എളുപ്പം തോന്നിയത് ബിരിയാണിയാണ്. കാരണം നെയ്ച്ചോറ് നമുക്ക് എന്തെങ്കിലും ഫ്ലോപ്പായി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ബിരിയാണി ആകുമ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മൾ മസാല ഏകദേശം അവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു
എണ്ണയിൽ തന്നെയാണ് ഉള്ളി ഇട്ട് കൊടുത്തത്. ഉള്ളി നല്ല രീതിക്ക് വാടിയതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിങ്ങനെയാണ് എന്തിടുമ്പോഴും കുറച്ചിടും പിന്നെ കുറച്ചിടും പിന്നെ കുറച്ചിടും. എനിക്ക് കുറഞ്ഞോ കൂടിയോ എന്നുള്ള സംശയം തീരെയില്ല. ഉപ്പും ഞാൻ അങ്ങനെയാണ് ഇടുക, കുറച്ച് ഇങ്ങനെ നോക്കും ഇടും അങ്ങനെയുണ്ടോ. എനിക്കൊക്കെ കൺഫ്യൂഷൻ ആക്കാരം. പിന്നെ സെപ്പറേറ്റ് കുറച്ച് മസാല അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നുമല്ല, പച്ചമുളകിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് മസാല ആക്കിയിട്ട് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില പുതിനയില ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഒന്നും കിട്ടാനില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് നമ്മൾ ഇവിടെ പെരുന്നാൾ ഉണ്ടാക്കണില്ല എന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങി വെച്ചിട്ടുണ്ടായില്ല, നോമ്പിന് വാങ്ങിയതും. പിന്നെ അപ്പുറത്ത് ഞാൻ തറവാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടോ. പിന്നെ നമുക്ക് ഇവിടെ എന്തില്ലെങ്കിലും അപ്പുറത്ത് സാധനം ഉണ്ടാവും. പിന്നെ അതാ മസാല ഏകദേശം സെറ്റായിരിക്കും. ഇനി മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് നല്ല രീതിയിൽ ഇത് വാടിയതിന് ശേഷമുള്ളൂ ഈ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിലിങ്ങനെ കടന്ന് വെന്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തക്കാളിയും കൂടി അതിൽ കടന്നിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലുള്ള ആ ഒരു എണ്ണ മുകൾക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ഏകദേശം ആ ഒരു പരിവാണ് കേട്ടോ ഞാൻ നോക്കുക. പിന്നെ ഇതാ നല്ല രീതിക്ക് അത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആണോ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണത്. പിന്നെ ഞാൻ ആ അരച്ച് വെച്ച ആ ഒരു മസാലയും കൂടി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല മീൻസ് പച്ചമുളക് പിന്നെ മല്ലിയില പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ അരച്ചെടുത്തതാണ്. കുറച്ച് ഗ്രേവി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അരച്ചതാണ്. ഈ റെസിപ്പി ഒന്നും ആരും ഇതേപോലെ നോക്കി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പറയണതല്ല കേട്ടോ. ഞാൻ ചെയ്യണത് ഇങ്ങനെയെന്നുള്ളത് ജസ്റ്റ് വീഡിയോയിൽ പറയണതല്ല. അത് നമുക്ക് വീഡിയോയിൽ പറയാൻ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. പിന്നെ അത് ലാസ്റ്റ് ഈ ഒരു തൈരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാല കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല അതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഒരുപാട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ ഞാൻ അത് ദമ്മിട്ടപ്പോഴും പിന്നെ ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് എടുക്കാൻ വേണ്ടി വിട്ടുപോയി. കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് അരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് കോഴി പൊരിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ചോറ് വെച്ചത് കേട്ടോ. ബിരിയാണിയുടെ റൈസ് ഞാൻ അടുപ്പിലാണ് കേട്ടോ വെച്ചിരുന്നത്, വിറകടുപ്പിൽ. പിന്നെ ഞാൻ ആ ഒരു ടൈമിൽ അടിക്കാനും തുടക്കാനും ഒക്കെ അകത്ത് പോയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ അതാ ഞാൻ ദമ്മിടാണ്. ദമ്മിട്ടപ്പോൾ അതേപോലെ തന്നെ സ്റ്റെപ്പായിട്ട് നമ്മൾ മസാലകളും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ പൊരിച്ച് കോരി വെച്ച ഉള്ളി, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നാരങ്ങ നീര് അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, നമ്മളെ ഗരം മസാലയും കൂടിയും ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കൂടിയും തൂക്കി കൊടുക്കണം കേട്ടോ. എല്ലാവരും ദമ്മിടുന്ന പോലെ തന്നെ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യുന്നു കേട്ടോ. ഇറച്ചിയും റൈസും കൂടിയും ദമ്മിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും ലെഡ് നല്ല കറക്റ്റായിട്ട് നിൽക്കുന്ന പാത്രത്തിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പോകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ ദമ്മിടുകയാണെങ്കിൽ നമുക്ക് ആ സ്മെല്ലൊക്കെ അതേപോലെ തന്നെ കിട്ടും. ബിരിയാണി ദമ്മൊക്കെ ഇട്ട് കുളിക്കാൻ കയറി കുളിയായി ഇറങ്ങിയപ്പോഴത്തേക്കും പാത്തും ഷിനാജും കുഞ്ഞാനും കുട്ടൂസൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് ദമ്മ് പൊട്ടിച്ച് ഞാൻ ടേബിളുമൊക്കെ വെച്ച് കൊടുത്തു. ആർക്കും വേണ്ട കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഒക്കെ വന്നിട്ട് ഇര മുണിങ്ങിയ പോലെയാണ് കിടക്കുന്നത്. ഒന്നാം പെരുന്നാൾക്ക് ഇങ്ങനെ എനിക്കറിയാം എല്ലാവരും ഫുള്ള് എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ ഫുഡ് അല്ലെങ്കിൽ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും അവിടുന്ന് കൊടുക്കണ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് പായസം അങ്ങനെ എന്തെങ്കിലും കുടിച്ചത് എന്നൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ. ഞാൻ പിന്നെ ദമ്മിട്ട് ആ ഒരു പാത്രം ടേബിളുമൊക്കെയാണ് വെച്ചൊക്കെ കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളും കാരണം വേണ്ടവർക്ക് നമുക്ക് വിളമ്പി കൊടുക്കാമല്ലോ അവിടെ നിന്ന് തന്നെ. പാത്ത് കുറച്ച് കഴിച്ചിട്ടോ. ഓൾക്ക് കുഴപ്പമില്ല, കഴിക്കാൻ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഓൾക്ക് വിളമ്പി കൊടുത്തു. അമ്മുന്റെ ബിരിയാണി അടിപൊളി, സത്യം സത്യം. കുട്ടൂസി കഴിക്കാതെ കേട്ടോ അടിപൊളി എന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടി പറയുന്നുണ്ട് അങ്ങനെ അടുപ്പിച്ചതാണ്. ബാക്കിയുള്ളവർക്ക് ഞാൻ ഒരു മിൻറ്റ് ലൈം അടിച്ചു കൊടുത്തു. ഞാനല്ല, നിഷാദ് അടിച്ചു. ഞാനത് കൊണ്ടേ കൊടുത്തു കേട്ടോ. കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഫുഡ് കഴിക്കാത്തവർക്ക് നമുക്ക് പായസം കൊടുക്കാം. പക്ഷേ ഞാൻ 26-ന് അന്ന് പായസം വെച്ചിട്ട് ഫ്ലോപ്പ് ആയത് ഞാൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ പോയില്ല കേട്ടോ. പിന്നെ എന്താ ഷിനാജും പാത്തും കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ അവർ തിരിച്ചു പോയി. ഷിനാജ് ഫുഡൊന്നും കഴിച്ചില്ല, വെള്ളവും കുടിച്ചില്ല കേട്ടോ. പിന്നെ ഞാനും നിഷാദും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഫുഡ് വിളമ്പുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ഫുള്ള് നിഷാദ് കളിയാക്കി തന്നെയായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി എടുക്കാൻ പറ്റ പാട് നിഷാദ് മാത്രമാണല്ലോ കണ്ടിരിക്കണത്. എന്നിട്ട് ഓരോരുത്തർ വരുമ്പോഴും തലശ്ശേരി ബിരിയാണി വേണോ വെച്ച് കളിയാക്കിയെന്നുണ്ടോ. വരുന്ന ആൾക്കാരോടൊക്കെ പറയും നിങ്ങൾ കഴിക്കാത്ത ഒരു ഐറ്റം ബിരിയാണിയാണ്, തലശ്ശേരി ബിരിയാണിയാണ്, വേണമെങ്കിൽ കഴിച്ചോളി, നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഊക്കായിരുന്നു. പിന്നെ അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ അത് വലിയ കുറ്റങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ. ഫുഡ് അടിപൊളിയാന്ന് തന്നെ പറഞ്ഞേ. പിന്നെ പാത്തുവാണെങ്കിലും കഴിച്ചോലൊക്കെ അടിപൊളിയാണ്, കുഴപ്പമില്ലാന്ന് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് പക്ഷേ നല്ലൊരു ടേസ്റ്റ് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. കഴിഞ്ഞ ചെറിയനാൾക്ക് ഞാൻ വെച്ച ബിരിയാണി അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു ടേസ്റ്റ് എനിക്ക് പ്രാവശ്യം അങ്ങോട്ട് തോന്നിയില്ല. അത് ഞാൻ ചെമ്പിലാണ് വെച്ചിരുന്നത്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ആയതുകൊണ്ട് അതായിരിക്കും ഇന്നത്തെയും ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ടോ. പിന്നെ പൂമോളും ഷെമീറും ഇവമോളും കൂടി വന്നിരുന്നു. ഓള് വരാമെന്ന് പറഞ്ഞിരുന്നു. ഒരു ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ വന്ന് നിന്ന് അങ്ങനെ പോയി. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം പെരുന്നാൾക്ക് നാത്തൂനും കുട്ടികളും വരും. വന്നിട്ട് ഓലെ കണ്ട് ഓലപ്പം നിന്നിട്ട് പിറ്റേ ദിവസമേ ഞാൻ മാളിക്കുന്നൊക്കെ പെരുന്നാളുള്ള വേണ്ടി പോവുള്ളൂ. അപ്പോൾ ഇവലൊക്കെ കല്യാണം കഴിച്ച് വിട്ടാവുകൊണ്ട് തന്നെ ഇവല് രണ്ടാം പെരുന്നാൾക്ക് ചെല്ലുമ്പോൾ താത്താക്ക് വരാൻ പറ്റില്ല. ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഒന്നാം പെരുന്നാൾക്ക്
വന്ന് തിരിച്ചു പോയി രണ്ടാം പെരുന്നാൾ ഉണ്ടാക്കി അങ്ങനെയൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഇവർ പോയിട്ടുള്ളൂ ഇനി താത്താക്ക് വരാൻ പറ്റുക. അപ്പോൾ ഇനി എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പതുക്കെ വന്നിട്ട് കുറച്ച് ദിവസം നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ വരുന്നത് ആൾ. ഇവലിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രണ്ടാം പെരുന്നാൾക്ക് മാളിക്കുന്ന് പോയിട്ട് പെരുന്നാളുകൊണ്ട് അപ്പം തന്നെ തിരിച്ച് ഷൈൻ്റെ ഒപ്പം തിരിച്ച് പോരട്ടോ. പിന്നെ ഇവർ പോയിട്ടുള്ളൂ ഞാൻ മാളിക്കുന്നേക്ക് വിരുന്ന് പോവുക. അന്നൊന്നും പിന്നെ ഇത്ര വൈബ് ഉണ്ടായില്ല മാളിക്കുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാം പെരുന്നാളിന് എല്ലാ സ്ഥലങ്ങളും പോകണോണ്ട് ഒന്നാം പെരുന്നാൾക്ക് എങ്ങനെയും മാളിക്കുന്ന് എത്തണം എന്നുള്ള ചിന്തയൊക്കെ കേട്ടോ. പിന്നെ അതാ ഞാനൊരു ബൂസ്റ്റ് കുലിക്ക് ഉണ്ടാക്കുന്നുണ്ട്. കുലിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ. കുട്ടൂസിൻ്റെ 2 ഫ്രണ്ട്സ് വന്നിരുന്നു. അപ്പോൾ ഓൽക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓല് വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഓലും പോകാൻ കേട്ടോ. ഓൽക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു, വയറ് ഫുള്ളാണ് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓരോ ജ്യൂസ് അടിച്ചു കൊടുത്തു. ഈ പെരുന്നാളും എനിക്കൊരു വെറൈറ്റി ചെയ്യുന്നുണ്ടോ, കാരണം ഞാനിവിടെ നിൽക്കലില്ല. ഞാൻ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തെണ്ടി നടക്കലാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പെരയിൽ തന്നെ ഒതുങ്ങി കൂടി. പ്രതീക്ഷിക്കാത്ത ആൾക്കാരും പ്രതീക്ഷിച്ച ആൾക്കാരൊക്കെ ആയിട്ട് ഓരോരുത്തരും നമ്മളെ വീട്ടിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ അതൊരു വേറൊരു വൈബ്. പക്ഷേ ടോട്ടലി പെരുന്നാൾ മൂഞ്ചിയ പോലെ തന്നെ ഉണ്ടോ. പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് അതൊന്നും ഇടാനോ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ അത് ലാസ്റ്റ് ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ മോനുവിന് ഇതയാണ്. ഓല് വരാൻ കുറച്ച് വൈകി. മോനൊന്ന് കടന്നുറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഓലും കൂടി വന്നിട്ട് പിന്നെ പുറത്തിറങ്ങാമെന്നും പറഞ്ഞ് നിന്നതാണ് ഞാൻ. പക്ഷേ ഓല് വന്ന് പോയിട്ടും പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയില്ല. ഓല് രണ്ടാളും പിന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഓല് ഇരുന്നപ്പോൾ ഞങ്ങളും ഇരുന്നു. ഞാനും പക്ഷേ ഒന്നും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അസുഖക്കുട്ടി വന്നൊക്കെ കേട്ടോ. ഓനെ കുട്ടൂസാരോ കൊടുന്നതാണ് ഓളെ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഇതിനായിട്ട് ഓള് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഓല് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് കൊഞ്ചിയും കളിച്ചു അവിടെ ഇരുന്നിരുന്നു. പിന്നെ ഞാൻ ഓല് പോയിട്ട് ഓലെ പിന്നാലെ മാളിക്കുന്നിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ഇറങ്ങിയില്ല കേട്ടോ. എല്ലാവരും പോയിട്ട് നല്ല രീതിയിലൊന്ന് ഉറങ്ങി നീച്ചത്. ആ മാളിക്കുന്നിക്ക് രാത്രിയാണ് വന്നത്. പായസമൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയതും കുട്ടികളും എല്ലാവരും വന്നു. കൊച്ചുണ്ട്, പാത്തുണ്ട്, ചെറിയതുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ അത് നമ്മളെ സുനീറയും വന്നിക്കണു. അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ചു പോന്നു. കാരണം വേറെ കാര്യം ഉണ്ടായിരുന്നു തിരിച്ചു പോകാറുണ്ട്. അങ്ങനെ അപ്പം തന്നെ ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് ചെറിയ പെരുന്നാൾ മൂഞ്ചി എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. വലിയൊരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അമ്മ കുഞ്ഞാവൊക്കെ വീഡിയോ കോളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് കോട്ടപ്പുറത്തേക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.